ബാലാവകാശ കമ്മീഷനും കുട്ടികളുടെയും സ്ത്രീകളുടെയും കൂടെയാണ്. പക്ഷേ അവരെല്ലാം കുട്ടികളെ വല്ലാതെ വഷളാക്കുന്ന ഉത്തരവുകൾ ഇറക്കുകയാണെന്നുള്ള ഒരു ഇതാണുള്ളത്. ഇപ്പോൾ കാണുന്ന പല കേസുകളിലും കാണുന്നത് അധ്യാപകർ നിരപരാധികളാണ്. അവർക്ക് സ്വന്തം മക്കളെ അവർക്ക് കുട്ടികളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല, കുട്ടികൾ നന്നാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എയ്ഡഡ് സ്കൂളുകളിലെ അനധ്യാപകരുടെ സംഘടനയായ കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസോസിയേഷൻ തങ്ങളുടെ 62ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം കുന്തിപ്പുഴ കമ്മ്യൂണിറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വരുന്ന 23, 24 തീയതികളിലായിട്ട് നടക്കുകയാണ്. വിരമിക്കുന്ന സംസ്ഥാന ജില്ലാ ജീവനക്കാരുടെ യാത്രയയപ്പ്, എയ്ഡഡ് പൊതുവിദ്യാഭ്യാസങ്ങളിൽ നിന്നും പരീക്ഷകളിൽ ഉന്നതി നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം, അനധ്യാപകരുടെ മക്കളിൽ പ്രൊഫഷണൽ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള KK ജോർജ് അവാർഡ് എന്നിവ ഈ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. സംസ്ഥാന പ്രസിഡന്റ് ഷിനോജ് പാപ്പച്ചൻ പതാക ഉയർത്തുകയും ബഹുമാന്യനായ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങിൽ മണ്ണാർക്കാട് പ്രിയ MLA ശ്രീ N ഷംസുദ്ദീൻ അവർകളും മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ സജ്ജന അവർകളും പങ്കെടുക്കുന്നതാണ്. കൂടെ സംസ്ഥാന നേതാക്കൾ, മുൻ നേതാക്കൾ, മുൻഗാമികൾ, അങ്ങനെയുള്ള വിവിധ തരത്തിൽ നിന്നുള്ള 41 ജില്ലകളിലായി, കേരളത്തിലെ 41 ജില്ലകളിലായി 350ഓളം ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. കാലത്ത് 9:30 തുടങ്ങുന്ന റാലിയോടുകൂടെ ഈ പരിപാടി ആരംഭിക്കുന്നതാണ്. എയ്ഡഡ് സ്കൂൾ ഹയർ സെക്കൻഡറി വിധത്തിൽ അനധ്യാപകരുടെ നിയമനം വൈകിക്കുന്നതിലും സ്പെഷ്യൽ റോൾ പ്രകാരമുള്ള നിയമനങ്ങൾ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും നടത്താത്തതിനും ഉള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ സമ്മേളനത്തിൽ പ്രമേയമായി അവതരിപ്പിക്കുന്നതാണ്. 41 ജില്ലകൾ 41 ജില്ലകളിലാണ് വിദ്യാഭ്യാസം. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഏകദേശം ഒരു 300-350ഓളം പേര് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതിനിധി സമ്മേളനം ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 3000 മെമ്പർമാരാണ് അങ്ങനെയുള്ളത്. പിന്നെ കുറേ ആകെ ഒരു സ്കൂളിൽ 4-5 പേര് മാത്രമല്ലേ ഉണ്ടാവുക അനധ്യാപകർ. പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അതാണ്. ഹയർ സെക്കൻഡറിയിലത്തെ അനധ്യാപക നിയമനം, സ്പെഷ്യൽ റൂൾ പ്രകാരം ഒരു ക്ലർക്ക്, ഒരു ലൈബ്രറിയൻ, ഒരു മീനിയൻ. ഇത് ഹയർ സെക്കൻഡറിയിൽ അതേ പാറ്റേണിലുള്ളതാണ്. സുപ്രീം കോടതി നമ്മുടെ കേസിൽ പോയി സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടംപ്റ്റായിട്ട് കിടക്കണം. എന്നിട്ടും സർക്കാർ അതിനുള്ള ഇത് നടത്തുന്നില്ല. ഒരു അധ്യാപകനെ നിയമിക്കേണ്ട ചിലവ് മാത്രമാണ് ഈ ഇത്രയും ആൾക്കാരെ നിയമിക്കാൻ വരുന്നത്. പക്ഷേ അത് കാലങ്ങളായിട്ട് കണ്ടംപ്റ്റായിട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ സമ്മേളനം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണൽ വരുന്നത്. അതുകൊണ്ട് ഏത് സർക്കാരിനോടാണ് പറയേണ്ടത് ഇപ്പോൾ സമ്മേളനത്തിൽ പറയാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനി വരുന്ന സർക്കാർ ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആരായാലും ഞങ്ങൾ അങ്ങനെയുള്ളൊരു ഇതിൽ ആരാണെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. എങ്കിലും ഞങ്ങളെ അംഗീകരിക്കുന്ന ഒരു സർക്കാർ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുപോലെ നമ്മുടെ ഈ സംഘടനയ്ക്ക് അങ്ങനെ ഒരു ഇതുവരെയായിട്ടുള്ള ഇന്ന കക്ഷിരാഷ്ട്രീയം ഇല്ലാത്ത. നിങ്ങളുടെ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് തലത്തിൽ? സ്റ്റേറ്റ് തലത്തിൽ 3000ഓളം മെമ്പർമാർ നമ്മളുടെ സംഘടനയിലുള്ളൂ. പിന്നെ ഏറ്റവും വലിയ സംഘടനയാണ്, ആദ്യമായിട്ട് കേരളത്തിലുണ്ടായ സംഘടനയാണ്. പിന്നെ ചില ചെറിയ സംഘടനകളെല്ലാം ഉണ്ട്. അതിൽ വളരെ വളരെ തുച്ഛമായിട്ടുള്ള അതാണ്. നമ്മളെല്ലാ അധ്യാപകരെയും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നടത്തണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. അതാണ് നമ്മളുടെ സംഘടനയുടെ വിജയം. സംഘടനയ്ക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയം പലർക്കും ഉണ്ടാകും. സംഘടനയിൽ രാഷ്ട്രീയമില്ലാതെ തന്നെ അധ്യാപകരുടെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. സമീപകാലത്തെ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയും അതുപോലെ തന്നെ അധ്യാപകർക്കെതിരെയുള്ള ഒരു വിമർശനങ്ങളൊക്കെ ഉയർന്നു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് സംഘടനയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നത്? നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ടുള്ള വിദ്യാലയങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്നതോ അതൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ അണുകുടുംബ വ്യവസ്ഥയിൽ സ്വന്തം മക്കളെ ആരെങ്കിലും നുള്ളി നോക്കുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു കാരണമാണ്. കൂടെ ബാലാവകാശ കമ്മീഷനും കുട്ടികളുടെയും സ്ത്രീകളുടെയും കൂടെയാണ്. ന്യായമായി നിൽക്കേണ്ട കാര്യം എന്താണ്? പക്ഷേ അവരെല്ലാം കുട്ടികളെ വല്ലാതെ വഷളാക്കുന്ന ഉത്തരവുകൾ ഇറക്കുകയാണെന്നുള്ള ഒരു ഇതാണുള്ളത്. പിന്നെ ന്യായമായിട്ടും ഒരു അധ്യാപകനെ വിദ്യാർത്ഥിയെ ശിക്ഷിക്കേണ്ടത് ഒരു പരിധിയുണ്ട്. അത് പരിധി വിട്ട് കഴിഞ്ഞാൽ അത് അധ്യാപകൻ്റെ ശിക്ഷയാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന പല കേസുകളിലും കാണുന്നത് അധ്യാപകർ നിരപരാധികളാണ്.
അവർക്ക് സ്വന്തം മക്കളെ അവർക്ക് കുട്ടികളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല, കുട്ടികൾ നന്നാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അത് പലപ്പോഴും അവർക്ക് വിപരീതമായിട്ട് ഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു ആത്മഹത്യ വേറൊരു വിധത്തിലാണല്ലോ, ജാതി പേര് വിളിച്ചു ഒരു തീർച്ചയായിട്ടും അത് ശിക്ഷിക്കേണ്ട കാര്യം തന്നെ. അത് തെറ്റാര് ചെയ്താലും അതിന് നമ്മുടെ സംഘടനയോ മാനസികമായിട്ടോ ഒരു പിന്തുണയും അതിന് നൽകുന്നതല്ല. പങ്കെടുത്തവരെന്ന് പരിചയപ്പെടുത്തും. ഞാൻ നസീർ, മണ്ണാർക്കാട് MVS ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലർക്കാണ്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ വിങ്ങിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. സതീഷ് കുമാർ, KCP ഹയർ സെക്കൻഡറി സ്കൂൾ കാവശ്ശേരി സംസ്ഥാന ഓഡിറ്ററാണ്. മണ്ണാർക്കാട് വിദ്യാഭ്യാസ സെക്രട്ടറി, വർക്കുള്ളത് കോട്ടപ്പുറ കലകളും പ്ലൈ സ്കൂളിൽ. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ കൺവീനറാണ്, സമ്മേളനത്തിൻ്റെ കൺവീനറാണ്. ജില്ലയുടെ പ്രസിഡന്റാണ്. മണ്ണാർക്കാട് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസിഡന്റാണ്. പേര് ജയകുമാർ. എനിക്കല്ലേ മണ്ണാർക്കാട് ATM സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. വിഭാഗീയതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവര് UDF ഫോട്ടോ മാത്രമേ ഉള്ളൂ. അല്ല, അത് നമ്മൾ നിലവിൽ ഇതിലിരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന ആ ജനപ്രതിനിധികളാണ് ഉദ്ദേശിക്കുന്നത്. അത് X or Y. നമ്മളുടെ പല സമ്മേളനങ്ങളിലും LDFൻ്റെ ആൾക്കാരാണ് ഇതായിരിക്കും. നമ്മളുടെ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം ഇതിന് മുൻപുള്ള മണ്ണാർക്കാട് ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം എല്ലാ വിധത്തിൽപ്പെട്ട രാഷ്ട്രീയ അധ്യാപക അനധ്യാപക സംഘടനക്കാരെയും നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഇലക്ഷൻ പ്രമാണിച്ചിട്ടുള്ള മന്ത്രിമാരൊന്നും വിളിക്കാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ട്, പിന്നെ സമ്മേളനം നടക്കുന്ന സ്ഥലത്തുള്ള MLA ആയതുകൊണ്ട്, അതുപോലെ തന്നെ അത്രേ ക്ഷണിച്ചിട്ടുള്ളൂ. വേറെ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ മറ്റുള്ള സമ്മേളനങ്ങളിൽ മറ്റു മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട്. ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്. മഴേരി ഗോൾഡൻ ഡയമണ്ട്സ്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. അരനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.